Hi guys, welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമതൊരു വീഡിയോ കൂടെ വന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ എങ്ങനെ ലൈക്ക് കൂട്ടാം എന്നാണ് ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് നമ്മുടെ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വാട്സപ്പ് പോലെ തന്നെ വാട്സപ്പിനെക്കാട്ടി ടോപ്പ് ആയിട്ടുള്ള മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം എന്ന് പറയുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ലൈക്ക് കൂട്ടാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ട്രിക്കാണ്. നിങ്ങൾക്കറിയാം ടെലിഗ്രാമിൽ എന്തിനായാലും ഒരുപാട് ബോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോട്ടുകൾ ടെലിഗ്രാമിലുണ്ട്. ആ ഒരു ബോട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ലൈക്ക് ചെയ്യാവുന്ന. അപ്പോൾ ടെലിഗ്രാമിൽ ഇല്ലാത്തവർ നിങ്ങൾക്ക് തീർച്ചയായും ഇപ്പോൾ തന്നെ പോയി ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ളൊരു ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോട്ടല്ല ഒരുപാട് ബോട്ടുകളുണ്ട്. അതിനുപയോഗിലുള്ള ചില ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ലൈക്ക് കൂട്ടാമെന്നാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. കൂടുതലായി പറയുന്ന സമയം കാണിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ മീൻസ് അതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യുക ടെലിഗ്രാം ഓപ്പൺ ആക്കുക. ടെലിഗ്രാം ഓപ്പൺ ആക്കിയ ശേഷം ജസ്റ്റ് ചെയ്യുക നിങ്ങൾ ഈ DS30 ലൈക്ക് ബൂസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് ബോട്ടുകളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലൈക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിനു ശേഷം കുറച്ച് ഇവിടെ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ചെറിയ സാധനം ഇതിൽ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ താഴെ കാണാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ചൊക്കെ ഒന്ന് പോയാൽ തന്നെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ചിലപ്പോൾ നോക്കുന്നതിനകത്ത് താഴെ ഉണ്ടാകും ലിസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു ബോട്ടിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ട് ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴത്തേക്ക് വരിക. നിങ്ങൾ സ്റ്റാർട്ട് ആക്കിയതിനു ശേഷം ഏറ്റവും താഴത്തോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മിഷൻ തരുന്നതാണ്. അതായത് ഈ കാണുന്ന 30 പോസ്റ്റുകൾക്കും നിങ്ങൾ അങ്ങോട്ടേക്ക് ലൈക്ക് ഇട്ട് കൊടുക്കണം. ലൈക്ക് ചെയ്താൽ മതി, ഫോളോ ചെയ്യാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ കാണുന്ന 30 പോസ്റ്റുകൾക്ക് ഒന്ന് പോലും വിടാതെ 30 വിടണം. 30 ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് ലൈക്ക് കയറുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 30 പോസ്റ്റ് ഒന്ന് പോലും വിടരുത്. ഇങ്ങനെ നിങ്ങൾ ഒന്ന് വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് 4 വാണിംഗ് തരും. ആ 4 വാണിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ള 30 പോസ്റ്റുകൾക്കും ഒന്ന് പോലും വിടാതെ എന്ത് ചെയ്യുക, ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ലൈക്ക് ഇട്ട് കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതേപോലെ ലൈക്ക് ഇട്ട് കൊടുക്കുക. ഈ 30 പോസ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ഇട്ട് കൊടുക്കണം. ലൈക്ക് ഒന്നിന് പോലും പോകാൻ പാടില്ല. മാക്സിമം എന്ത് ചെയ്യുക, 30 പോസ്റ്റിനും ഇതേപോലെ തന്നെ ഓരോന്നെടുത്തതിന് ശേഷം ലൈക്ക് ഇടണം. ഞാൻ പറഞ്ഞ ഒന്ന് പോലും വിട്ടു പോകരുത്. ഒന്ന് വിട്ടാൽ നിങ്ങൾക്ക് ആദ്യം ഒരു വാണിംഗ് തരും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ എത്ര തെറ്റായ രീതിയിൽ ഇത് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് 4 വാണിംഗ് ആയാൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ലൈക്ക് കിട്ടുന്നതല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിക്കൊണ്ട് ഈ 30 പോസ്റ്റിന് ഒന്ന് പോലും വിടാതെ കറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ലൈക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വേഗതയിൽ തന്നെ വീഡിയോ കണ്ട് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ഭാഗം ഞാൻ ഇത് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാൻ ഈ കംപ്ലീറ്റ് 30നും കറക്റ്റ് ആയിട്ട് ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണ് ലൈക്ക് ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു പേജിലോട്ട് പോകാൻ. അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ലൈക്ക് ഇട്ടതിന് ശേഷം വേണം ആ താഴെ ഉള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പേജിലോട്ട് തന്നെ തിരിച്ചു വരാൻ. ഇതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഏത് ഫോട്ടോക്കാണ് ലൈക്ക് കൂട്ടേണ്ടത് ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണുന്നത് 410 ലൈക്ക് 491 ലൈക്കുള്ള ഒരു ഫോട്ടോയാണ്. ആ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യണം. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് DS30 എന്ന് അടിക്കുക. ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് കാണണം. DS30 എന്ന് അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലിങ്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ആ കാണുന്ന നമ്മൾ സാധാരണ സെൻഡ് ചെയ്യുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവർ നമ്മളെ ഒന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതായത് എന്നോട് അവർ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം നമ്മൾ ലിങ്ക് അയക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം വരുന്നത് ജസ്റ്റ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ആ ഒരു കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് പഠിക്കാനുമായി. അതായത് നമ്മൾ നേരത്തെ ലിങ്ക് അയച്ചില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക്. അപ്പോൾ ആ ലിങ്ക് അയക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാർക്കിന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ മാറ്റിയാണ് ഒന്നും കൂടി അയച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ DS30 എന്ത് ചെയ്യുക, അത് എഴുതുക. DS30 എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ റിട്ടേൺ അടിച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഇതേപോലെ ലിങ്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മുന്നേ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം വരുന്നത് കംപ്ലീറ്റ് ഇതേപോലെ റിമൂവ് ചെയ്യുക. ക്വസ്റ്റ്യൻ മാർക്ക് അടക്കം റിമൂവ് ചെയ്യണം. അതിന് ശേഷം വരുന്നതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ലിങ്ക് ഇതേപോലെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ അവരെ കാണാൻ സാധിക്കും. അതായത് നമ്മളെ ലിങ്ക് അവർ ചെക്ക് ചെയ്യുകയാണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ പെർമിഷൻ കിട്ടിയ ഒരു പച്ച ടിക്ക് വരുന്നതാണ്. അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം. ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു ചെക്ക് ചെയ്യുകയാണ്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം, എല്ലാവരും ലൈക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കാണാൻ സാധിക്കും എനിക്കിവിടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ പേര് കാണാൻ സാധിക്കും. എനിക്കിവിടെ ടിക്ക് അവർ തന്നിട്ടുണ്ട്. അതായത് എനിക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് ഇനി ലൈക്ക് കയറുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ലൈക്ക് ചെയ്യുന്ന സംഭവമല്ല, അല്ലെങ്കിൽ ഓട്ടോ ലൈക്ക് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ലൈക്ക് കയറാൻ കുറച്ച് സമയമെടുക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഈ ലിങ്ക് കാണാൻ സാധിക്കില്ല, ലിസ്റ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത
ആദ്യത്തെ 30 ലൈക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ലൈക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നുള്ളത്. മനുഷ്യരാണ് ലൈക്ക് ഇടുന്നില്ല, കമ്പ്യൂട്ടർ അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും ഞാൻ അങ്ങോട്ട് ലൈക്ക് ഇട്ട പലരും തിരിച്ച് ഇങ്ങോട്ടേക്ക് ലൈക്ക് ഇട്ടിട്ടുണ്ട്. 14 ലൈക്കാണ് ഒറ്റയടിക്ക് വന്നിട്ടുള്ളത്. ഞാൻ ലൈക്ക് ഇടാത്തവരും ലൈക്ക് ഇട്ടിട്ടുണ്ട്. 14 ലൈക്ക് ഒറ്റയടിക്ക് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ലൈക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇനിയും ലൈക്ക് വരാനുണ്ട്. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ, അപ്പോഴേക്കും 14 ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെക്കൻഡുകൾ വെച്ച് ലൈക്ക് ചെയ്യാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 501 ലൈക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ഗ്രൂപ്പിലോട്ട് തന്നെ നിങ്ങൾ തിരിച്ചു വരിക. വന്നതിന് ശേഷം നിങ്ങൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെ ചെയ്യണം. ലിസ്റ്റ് എന്ന് കാണാൻ സാധിക്കും, ഏറ്റവും താഴെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലിസ്റ്റ് കാണാൻ സാധിക്കും. ആ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ സ്റ്റാർട്ട് കൊടുക്കണം. സ്റ്റാർട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഓൾഡ് ബോട്ടുകളോടെ ഉണ്ടാവുക. സ്റ്റാർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ ബോട്ട് കിട്ടുന്നതാണ്. അതിൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതുതായിട്ട് വരുന്ന ലിങ്കുകൾക്കെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത് അതേപോലെ ലൈക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ലിമിറ്റ് ഉണ്ട്, ഒരു ദിവസം എത്ര ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ അയച്ചു കൊടുത്ത ഫോട്ടോ തന്നെ, പിന്നെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫോട്ടോ അധികം അയച്ചു കൊടുക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അയച്ച ഫോട്ടോ ഒന്നും അയക്കണ്ട, വേറെ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ലൈക്ക് ഇട്ട് തന്നവരുണ്ടാവും വീണ്ടും ലൈക്ക് ഇടുക. അപ്പോൾ അതേ പോസ്റ്റിന് അവർക്ക് ലൈക്ക് ഇടാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാമത് ഫോട്ടോ അയക്കുമ്പോൾ വേറെ പോസ്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് ലൈക്ക് ചെയ്യാവുന്നതാണ്. ഓരോ മിനിറ്റിൽ നിങ്ങൾ ഇതേപോലെ വന്നതിന് ശേഷം ജസ്റ്റ് ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഓരോ പോസ്റ്റിൽ ലൈക്ക് ഇടുക, എന്നിട്ട് തിരിച്ച് ലൈക്ക് വാങ്ങാൻ നോക്കുക. ഇതേപോലെ കുറേ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ ഞാൻ തൽക്കാലത്തിന് ഈ ഗ്രൂപ്പ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് ആർക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓളം ഓപ്ഷനുകൾ മാറ്റാം. നമ്മുടെ ചാനൽ ഇതുപോലെ വരുന്ന പുതിയ വീഡിയോയിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.